ഇത് ശരിക്കും ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നാടകത്തിൽ ചെയ്യുന്ന. അവരോടൊക്കെ ഞാൻ ചോദിച്ച ഒരു ചോദ്യമേ ഉള്ളൂ, ഇത് എന്തുകൊണ്ട് അന്യം നിന്ന് പോകുന്നു? നമുക്കെന്താ തിരിച്ചത് കൊണ്ടുവരാൻ പറ്റാത്ത? ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ശരിക്കും നാടകം കാണുന്ന ഒരു ബോറടി പോലെ ഫീൽ ചെയ്യാതെ അവരതൊരു ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തുകൊണ്ട് കൊണ്ടുവരാൻ പഴയ പോലെ സാധിക്കുന്നില്ല? കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നാടകത്തിന് സംഭവിച്ചിരിക്കുന്നത്, നാടകം കേരളത്തിൽ കൂടുതലും ഈ പ്രചരണ മാധ്യമമായിട്ട് എടുക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ പൊളിറ്റിക്സ് പറയുന്നില്ല, സഖാവ് EMS ഇന്നത്തെ പൊതുയോഗത്തിൽ പ്രസംഗിക്കും. പൊതുയോഗാനന്തരം KPSCയുടെ നാടകം. ശരിക്കും അന്നത്തെ കാലത്ത് KPSCയുടെ നാടകം കാണാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തടിച്ചു പോകുന്നത്. അതിനുശേഷം EMS കടന്നുള്ളൂ. EMS ഇഷ്ടമൊക്കെ ഉണ്ട്. ഇന്നത് തിരിഞ്ഞുപോയി. പിന്നെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന നാടകത്തിന് വേണ്ടിയുള്ള തിയേറ്ററുകൾ ഇല്ല. കുറവ് എന്നല്ല, കേരളത്തിൽ ഒരു തിയേറ്റർ പോലും ഇല്ല നാടകങ്ങൾക്ക് മാത്രമായിട്ട്. നാടകം ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ വരികയാണെങ്കിൽ കുറേയും കൂടി സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ നാടകങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങും. ഈ പറയുന്ന യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ പുറമേ നിന്ന് വരുന്ന നാടകങ്ങൾ ഇവിടെ കാണാം. ഇപ്പം നസുദ്ദീൻ ഷായുടെ തിയേറ്ററൊക്കെ കണ്ടിട്ടില്ലേ? അവരൊക്കെ മുഴുവൻ സമയവും നാടകമാണ്. ഇപ്പം കേരളം വിട്ട് കഴിഞ്ഞാൽ, കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ 365 ദിവസവും നാടകം നടക്കുന്ന തിയേറ്ററുകളുണ്ട്. 300 രൂപ 500 രൂപയാണ് ഒരു നാടകം കണ്ട ടിക്കറ്റ് റേറ്റ്. അല്ല, സിനിമയെക്കാളും കൂടുതലാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അതാണ് നാടകം അന്യം നിന്ന് പോയിട്ടൊന്നുമില്ല. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വളരെ കുറഞ്ഞു. പഴയതുപോലെ പഴയ കാലത്തിന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നാടകത്തിന്റെ ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സന്തോഷ്, ടു ബി ഫ്രാങ്ക് ഞാൻ പറയുവാണെങ്കിൽ, ശരിക്കും ഞാൻ സിറ്റിയിൽ വളർന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു നാടകമൊക്കെ കണ്ടത് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ നാടകത്തിന് 2 തരത്തിലുണ്ട്. നാടകം നമ്മൾ തേടി പോകണം. സിനിമ നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്, അല്ലേ? നമ്മുടെ കയ്യിൽ മൊബൈൽ പിടിച്ചാൽ നമുക്ക് സിനിമ കാണാം. പക്ഷേ നമ്മളൊരു നാടകം കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ലോങ് പ്രോസസ്സ് പോലെയാണ്. ഇപ്പം ദേശീയ നാടകോത്സവം ട്രിവാൻഡ്രത്തേക്ക് വരുന്നു. ഒരു മാസം മുന്നേ അറിയിപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. പണ്ട് കഥകളിയിലും കാണാൻ പോകുന്ന പോലെയാണ്, അല്ലേ? കഥകളി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങും അതിനെക്കുറിച്ച് പഠിക്കുവാനും അത് കാണുവാനും. അതുപോലെ നാടകങ്ങൾ, ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഫെസ്റ്റിവൽ, ഒരുപാട് നല്ല നല്ല നാടകങ്ങൾ സൂര്യ ഫെസ്റ്റിവൽ ഇറങ്ങിയിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഒരു സമയത്തിനനുസരിച്ച് നാടകങ്ങൾ കാണാൻ പറ്റുന്നില്ല. അതൊരു സത്യമാണ്, അല്ലേ? മറ്റേ സിനിമയാകുമ്പോൾ നമുക്ക് ഒരു തിയേറ്ററിൽ നമ്മുടെ ഇഷ്ടത്തിന് പോകാം. ഇവിടെ ഇല്ലെങ്കിൽ ഏരീസിലില്ലെങ്കിൽ അപ്പുറത്ത് ഇവിടെ ശ്രീപത്മനാഭനിൽ പോകാം. അങ്ങനെ ഒരുപാട്. പക്ഷേ നാടകം അതല്ല. പക്ഷേ നാടകത്തിന് കൃത്യമായിട്ടൊരു തിയേറ്റർ വന്നു കഴിഞ്ഞാൽ 365 ദിവസം ഇവിടെ നാടകം നടക്കുകയാണെങ്കിൽ എപ്പോഴാണോ എനിക്കൊരു നാടകം കാണാൻ തോന്നുന്നത് അന്ന് പോയിട്ട് നാടകം കാണാം. അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിലില്ല. കേരളത്തിന് പുറത്തുണ്ട്. എന്നും ഏത് ചാനലിൽ പോയി കഴിഞ്ഞാലും ഞാൻ ആദ്യം പറയുന്നത് അതാണ്. ഗവൺമെന്റ് എന്താണെന്ന് അറിയുന്നില്ല. അതിന്റെ ഒരു ഇൻകം ഇല്ലായ്മ കൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് കൂടുതലല്ലേ പ്രൈവറ്റ് മേഖലയിൽ വരാം. ഇപ്പൊ കൂടുതലും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിലാണ്. ഇപ്പൊ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്ന ഒരു നാടകമുണ്ട്, പെൺനടൻ. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവതരിപ്പിക്കും. ജാഗൃതി തിയേറ്റേഴ്സ്, അവിടെയൊക്കെ 300 രൂപ 500 രൂപ അവിടുത്തെ ഒരു ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ് അവിടെ പോയി നാടകം കളിക്കാൻ. കാരണം നമ്മൾ വലിയ റിസ്ക് ഒന്നും എടുക്കണ്ട. അവരുടെ ബോക്സ് ഓഫീസിലൂടെ തന്നെ അവർ ടിക്കറ്റ് സെയിൽ ചെയ്യും. നമുക്കതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് തരും. 80% നമുക്ക് തരും, 20% അവരെടുക്കും. അപ്പോൾ നമുക്ക് നല്ല എല്ലാ സിസ്റ്റത്തോടും കൂടി 200-250 പേർക്കുള്ള നല്ല AC തിയേറ്ററിൽ നമുക്ക് തന്നെ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമായിരിക്കും. ഇവിടെ നമ്മൾ തന്നെ പ്രയത്നിച്ച് ഇങ്ങേറ്റം സ്റ്റേജ് തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മടുപ്പും ഉണ്ടാവും. നമ്മൾ തന്നെ പന്തല് കെട്ടി ടിക്കറ്റ് വിറ്റ് പിന്നെ ചോറും കറി ഉണ്ടാക്കി ഇതൊക്കെ പറയുന്നത് അല്ല, ആ ഒരു മെനക്കേട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മടുപ്പ് വരും, ഒരുപാട് മടുപ്പ് വരും. കേരളത്തിൽ ഈ നാടകം മാത്രമല്ല, ഇപ്പൊ ഡാൻസ് രംഗം നോക്കിയാൽ പോലും പ്രൊഫഷണൽ ഡാൻസേഴ്സ് പോലും നമ്മുടെ കേരളത്തിൽ കുറവാണ്. എന്തുകൊണ്ടാണ് പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്പേസ് ഇല്ല. പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഇല്ല. ഒരു തിരുവനന്തപുരം, ഒരു എറണാകുളം മെയിൻ സിറ്റി മാത്രമല്ലല്ലോ. ഇപ്പോൾ ആദ്യം വേണ്ടത് കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു ദിവസം മാത്രം പോരാ, 365 ദിവസം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. ശരിക്കും അത് ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം, അല്ലെ? ഗവൺമെന്റ് വൈസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ്സ് എടുക്കാം. അതെ, അത് ശരിക്കും ആ ഉള്ളിൽ. പക്ഷേ കലയോട് അത്ര സ്നേഹമുള്ളവരായിരിക്കണം, അത്രയും റിസ്ക് എടുക്കുന്നവരായിരിക്കണം. കേരളത്തിന് പുറത്തൊക്കെ പുറമെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത്. പ്രൈവറ്റ് 10-25-50 ലക്ഷം നമ്മുടെ കേരളത്തിലായോ അങ്ങനെ എടുക്കുന്നില്ലല്ലോ. കേരളത്തിൽ എടുക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ കണ്ടൊരു നാടകമുണ്ട്. അതൊരു നോർത്ത് ഇന്ത്യൻ കമ്പനിയാണ് ആ നാടകം സ്പോൺസർ ചെയ്തത്. 50 ലക്ഷം രൂപയാണ് ആ നാടകത്തിലെ ചെലവ്. കണ്ണൂർ വെച്ചായിരുന്നു അതിന്റെ റിഹേഴ്സൽ. അഭിലാഷ് പിള്ള എന്ന് പറയുന്ന NSTയിലെ അധ്യാപകനാണ്
ശരിക്കും സന്തോഷ് ഇങ്ങനെ നാടകം വന്നാൽ കാണാൻ പോകും റെഫർ ചെയ്യും. തീർച്ചയായിട്ടും നാടകം, സിനിമ ഇത് രണ്ടേ ഉള്ളൂ ലോകം. സന്തോഷിന്റെ ലോകം അത് മാത്രമേ അത് ഉള്ളൂ. മാത്രം